സംഘർഷത്തിൽ ഈ കലോത്സവത്തിനിടെയുണ്ടായ സംഘർഷത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേരള സർവകലാശാല. രജിസ്ട്രാർ തന്നെ DGPക്ക് കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നു. ഷാജിയുടെ മരണം അന്വേഷിക്കണമെന്നും ഇതിൽ ആവശ്യമുണ്ട്. കേരള യൂണിവേഴ്സിറ്റി യൂണിയന്റെ കാലാവധി നീട്ടി നൽകേണ്ടെന്ന് VC നിർദ്ദേശിക്കുകയും ചെയ്തു. യൂണിയന്റെ ചുമതല സ്റ്റുഡന്റ് സർവീസ് ഡയറക്ടർക്ക് കൈമാറി. ആദിൽ പാലോട് നൽകും വിവരങ്ങൾ. ആദിൽ, ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്തയിൽ DGPക്ക് കത്ത് നൽകുന്നു കേരള സർവകലാശാല വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട്. എന്താണ് ഈ കത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? സർവകലാശാലയിൽ നടന്ന ക്രിമിനൽ ആക്ടിവിറ്റികൾ മുഴുവൻ പരിശോധിക്കണമെന്നാണ് സർവകലാശാല തന്നെ ആവശ്യപ്പെടുന്നത്. പ്രധാനമായും സർവകലാശാലകളിൽ നടന്ന സംഘർഷം, KSU പ്രവർത്തകരെ SFI പ്രവർത്തകർ മർദ്ദിച്ചു, തിരിച്ചടിയുണ്ടായി എന്നതടക്കമുള്ള മർദ്ദനം സംബന്ധിച്ച കാര്യങ്ങൾ, ഒപ്പം വിധികർത്താവിൻ്റെ മരണത്തിലേക്ക്, ഷാജിയുടെ മരണത്തിലേക്ക് നയിച്ച കാരണങ്ങൾ, ഷാജിയുടെ കുടുംബം ആരോപിക്കുന്ന കാര്യങ്ങൾ, ഒപ്പം യൂണിയൻ ഭാരവാഹികൾ തന്നെ ഷാജിയെ മർദ്ദിച്ചു എന്നതടക്കമുള്ള ആരോപണങ്ങളുണ്ട്. ഒപ്പം കോഴ ആരോപണം. ഇതിലൊക്കെ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് സർവകലാശാലയുടെ ആവശ്യം. സർവകലാശാലയുടെ യശസ്സിനെ തന്നെ കളങ്കം വരുത്തുന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മാറിപ്പോയത് എന്നാണ് സർവകലാശാല വിലയിരുത്തുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രജിസ്ട്രാർ DGPക്ക് സമഗ്ര അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് നൽകുന്ന സാഹചര്യത്തിലേക്ക് മാറുകയും ചെയ്തത്. മറ്റൊരു പ്രധാനപ്പെട്ട നീക്കം, യൂണിവേഴ്സിറ്റി യൂണിയനെതിരെയാണ് ഈ ആരോപണങ്ങളെല്ലാം വരുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കാലാവധി നീട്ടി നൽകണം. കാലാവധി നേരത്തെ തന്നെ അവസാനിച്ചിരുന്നതാണ്. അടുത്ത യൂണിയൻ വരുന്നത് വരെ സ്വാഭാവികമായും അവർക്ക് കാലാവധി അനുവദിച്ചു കൊടുക്കാൻ വകയുണ്ട്. സാധാരണഗതിയിൽ അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അനുവദിച്ചു കൊടുക്കുന്നതുമാണ്. പക്ഷേ ഈ പ്രത്യേക സാഹചര്യത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ കാലാവധി നീട്ടി നൽകേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് VC എത്തുന്നു. ഒപ്പം ഈ യൂണിയൻ്റെ ചുമതലയും യൂണിയൻ്റെ കൈകാര്യം ചെയ്യേണ്ട സംവിധാനങ്ങളൊക്കെ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർക്ക് കൈമാറാനുള്ള നിർദ്ദേശവും VC നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ വിഷയം വളരെ ഗൗരവത്തോടെ തന്നെ ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും പ്രശ്നങ്ങളും സംഘർഷങ്ങളും മരണവുമെല്ലാം വലിയ ഗൗരവത്തോടെ തന്നെ യൂണിവേഴ്സിറ്റി കാണുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരിയാണ്, അതിൽ പറഞ്ഞതുപോലെ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായത്. കലോത്സവം ആകെ അലങ്കോലമാകുന്ന രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടായി. അതിനു പിന്നാലെ വിധികർത്താവിന്റെ മരണവും ഉണ്ടായിരിക്കുന്നു. വിശദമായ അന്വേഷണം ആവശ്യം തന്നെയാണ്. ആദിൽ പാലോടാണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് നൽകിയത്.